എണ്ണം പറഞ്ഞ 5 ദിവസങ്ങളിൽ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനമാണ് വയനാട്ടിൽ നടക്കുന്നത്. ഒരു രാഷ്ട്രീയ വ്യത്യാസവും ഇല്ലാതെ ഡിവൈഎഫ്ഐ, യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗും എല്ലാം ചേർന്ന് ഒറ്റക്കെട്ടായി സേനാ വിഭാഗങ്ങളോടൊപ്പം നിന്നാണ് ഇതെല്ലാം ചെയ്തത്. പക്ഷേ ഇന്നലെ മുതൽ ഇതിൽ രാഷ്ട്രീയമാനം വന്നിരിക്കുന്നു. എന്താണ് കാര്യം എന്നറിയാലോ. ഇന്നലെ വരെ അവിടെ ഇല്ലാതിരുന്ന ഒരു വിഷം ചുരം കയറി അവിടെ എത്തി. രാഹുൽ മാങ്കൂട്ടം. രാഹുലിനൊപ്പം ജമാഅത്തെ ഇസ്ലാമിയും കൂടി ചേർന്നതോടുകൂടി മലയാളികൾ ഒറ്റക്കെട്ടായി കട്ടയ്ക്ക് നിന്ന രക്ഷാപ്രവർത്തനത്തെ രാഷ്ട്രീയത്തിന്റെ പേരിൽ വിഭജിക്കാൻ തുടങ്ങി. മലയാളികൾ ഒറ്റക്കെട്ടായി. അതിനെ തകർക്കാൻ ഇവനെ പോലുള്ള തെമ്മാടികൾ എന്തിനാണ് ചുരം കയറി ചെല്ലുന്നത്? വേറെ ഒന്നുമല്ല, നല്ല രീതിയിൽ നടക്കുന്ന രക്ഷാപ്രവർത്തനം മോശമാണെന്ന് വരുത്തണം. അതിനുവേണ്ടി എന്തു ചെയ്യാനും രാഹുൽ മാങ്കൂട്ടം തയ്യാറാകുന്നു എന്നത് അയാളുടെ വൃത്തികെട്ട വിഷമുള്ള മനസ്സിനെ തുറന്നു കാണിക്കുന്നതാണ്. ഇന്നലെ മുതൽ രക്ഷാപ്രവർത്തകർക്ക് കോമൺ കിച്ചണിൽ നിന്നും ഭക്ഷണം ഉണ്ടാക്കുമെന്ന് സർവകക്ഷി യോഗം തീരുമാനം വരുന്നു. ശ്രദ്ധിക്കണം, സർവകക്ഷി യോഗം. ലീഗും കോൺഗ്രസും കൂടി പങ്കെടുത്ത സർവകക്ഷി യോഗത്തിന്റെ തീരുമാനം. അങ്ങനെയാണ് വൈറ്റ് ഗാർഡിന്റെ കിച്ചൺ പ്രശ്നം ഉണ്ടാകുന്നത്. അതിനെക്കുറിച്ച് ലീഗ് പ്രവർത്തകരുടെ കൂടെ വികാരം മാനിച്ച് ഉണ്ടായ കാര്യം മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെ നേരിട്ട് യൂത്ത് ലീഗ് പ്രസിഡന്റിനെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നു. ആ സമയത്താണ് രാഹുൽ മാങ്കൂട്ടം ചുരം കയറി വരുന്നത്. പിറ്റേന്ന് രാവിലെ തന്നെ ലീഗ് പ്രവർത്തകരെയും കൂട്ടി രാഹുൽ മാധ്യമങ്ങളെ വിളിച്ചു വരുത്തുന്നു. എന്നിട്ട് സർക്കാർ വിതരണം ചെയ്ത ബ്രെഡും ബണ്ണും ഒക്കെ എക്സ്പയറി കഴിഞ്ഞതാണ്